Hello guys, welcome to YouTube channel. In this video, we will see how mobile phone video color grade. Color grading is advanced color grading, guys. Basic color grading. Saturation, brightness, highlights, contrasts. We basic control the phone. If you video channel, subscribe അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. സോ നമുക്ക് വീഡിയോ കേൾക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് 3D LUT മൊബൈൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇതാണ് ആപ്ലിക്കേഷൻ ഗൈസ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 4 റേറ്റിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് 5 മില്യൺ ആൾക്കാർ വരെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രീസെറ്റ് അടക്കമുണ്ട് കേട്ടോ. LUT പാക്സ് ഉണ്ട് ഇതിൽ. അവർ ഫ്രീ ആയിട്ട് കുറച്ച് തരും. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ജനറൽ ആയിട്ടൊരു വീഡിയോ കളർ ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ടേക്ക് എ ഷോട്ടും ഓപ്പൺ ഗാലറി ഉണ്ട്. ടേക്ക് എ ഷോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈവ് ക്യാമറ ഓപ്പൺ ആവും. നിങ്ങൾക്കത് ലൈവായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ഗാലറിയാണ്. നമ്മൾ മുന്നെടുത്തൊരു വീഡിയോ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ഗാലറി കൊടുക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം ഫുട്ടേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ നോക്കിയാൽ കാണാം നമുക്കിവിടെ ബ്രൈറ്റ്നസ് ഉണ്ട്, കോൺട്രാക്ട്സ് ഉണ്ട്, വൈറ്റ് ബാലൻസ് ഉണ്ട്, ടിൻ്റ് ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ബ്രൈറ്റ്നസ്. കോൺട്രാസ്റ്റ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതിനൊരു ഫെയ്ഡഡ് ലുക്ക് കിട്ടും. കൂട്ടാണെങ്കിൽ നമുക്കൊരു HDR നല്ലൊരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ നല്ലോണം പോപ്പ് ചെയ്യും. അപ്പോൾ അടുത്തത് വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് 2 സമയത്ത് എടുക്കാമല്ലോ. ഒന്നില്ലെങ്കിൽ ഒരു ഓറഞ്ച്, ഒരു സന്ധ്യ സമയത്തൊക്കെ ഉള്ളൊരു ഫീലില്ലേ, ഒരു ഓറഞ്ച് ഷെയ്ഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏർലി മോർണിംഗ് ഒക്കെ എടുത്തൊരു ഫീൽ, അതായത് കുറച്ച് ബ്ലൂനെസ് നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ വൈറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൂൾനെസ് ഫീൽ ചെയ്യും നിങ്ങളുടെ വീഡിയോയിൽ. മേലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാമായിട്ടുള്ളൊരു ഫീൽ കിട്ടും. കണ്ട, മേലെ ടോപ്പായാൽ നമുക്ക് നല്ല വാമും, അടിക്ക് പോയാൽ നല്ലൊരു കൂൾനെസ്സും ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ ഇത്തിരി ഒന്ന് കൂൾനെസ് മതി, നമുക്ക് അത്ര കളറ് വാമ് വേണ്ട. അപ്പം അടുത്തത് ടിൻ്റാണ്. ടിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡ് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നതാണ്. അധികം ആരും യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്കൊരു ചെറിയൊരു ഗ്രീൻനെസ് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിൻ്റ് ഉപയോഗിക്കാം. ഞാൻ കുറച്ചൊരു ചെറിയ പോയിൻ്റൊക്കെ മതി. ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല ടിൻ്റ്. സാച്ചുറേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കളേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ നിങ്ങൾ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ കണ്ട കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് പോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്, വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ താഴെ കൊണ്ടുപോയി അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. പക്ഷെ നമുക്ക് ഇതിൽ കുറച്ചൊരു 20 സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു 40 സാച്ചുറേഷനൊക്കെ ഇടന്നോട്ടെ. ഇത്തിരി കളർ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അടുത്ത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷാഡോസ്, ഈ വീഡിയോയിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഡാർക്ക് ഷാഡോസ് വന്നിട്ടില്ലേ, അതൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ. നമുക്കത് അത്ര ബ്രൈറ്റൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബ്ലാക്കിൽ എടുക്കുന്ന തന്നെയാണ് ഇത്രയും കൂടി ഒരു ഭംഗി. നമുക്കതൊരു മൈനസ് വാല്യൂവിൽ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാൻ പറ്റും. നല്ല രീതിയിൽ കളർ കറക്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ടു ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് സേവ് ടു ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവർ റെൻഡറായിട്ട് നമ്മുടെ ഗാലറിയിൽ അത് സേവ് ആയി കിടക്കും. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ അത് സേവ് ആയിട്ട് പിന്നെ മേലെ നിങ്ങളൊരു ഓപ്ഷൻ കൂടി നോക്കുകയാണെങ്കിൽ LUT എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. LUT എന്ന് പറഞ്ഞാൽ അവർ തന്നെ കുറേ പ്രീസെറ്റ് നിങ്ങൾക്ക് തരും, കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള പ്രീസെറ്റ് നിങ്ങൾക്ക് തരും. അതുമ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രീസെറ്റിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതേപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതൊക്കെ ഇതേപോലത്തെ ഓരോ പ്രീസെറ്റ് ഇടുന്നതാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് നല്ല പ്രീസെറ്റ് അവർ ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രീസെറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറേ പ്രീസെറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു ബിഫോറും ആഫ്റ്ററും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ
മൊബൈൽ വെച്ച് സ്റ്റെബിലൈസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ആ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഐ ബട്ടണിൽ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ അത് എന്തായാലും കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.